ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിലവിളിക്കുക, കർത്താവേ, നീ ഞങ്ങളെ സുഖപ്പെടുത്തണം. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക. പോകും വഴി അവർ 10 പേർക്കും സൗഖ്യം ലഭിച്ചു. എന്നാൽ ആ കൂട്ടത്തിൽ വിജാതീയനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം താൻ ശരീരത്തിൽ രോഗവിമുക്തനായി എന്ന് അറിഞ്ഞപ്പോൾ ഈ വ്യക്തി ദേവാലയത്തിലേക്ക് പോകാതെ തിരിച്ച് യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്നു. എന്നിട്ട് യേശുവിൻ്റെ പാദാന്തികത്തിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച് കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തോന്നിയില്ലോ. ഇത് കർത്താവിൻ്റെ ഒരു നൊമ്പരം, ഒരു വേദനയാണ്. ദൈവത്തെ ആരാധിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കരുത്. ഹല്ലേലൂയ. അവിടെ നമ്മൾ ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കണം. ആരാധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ അഭിഷേകം വർദ്ധിക്കുന്നു, കൃപകളുടെ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു, നമ്മുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും കർത്താവിനെ ആരാധിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായിട്ട്, സ്വർഗത്തിലെ പൗരന്മാരായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുക. ഇപ്പോൾ നമ്മൾ വീണ്ടും കർത്താവിനെ ആരാധിക്കുന്നൊരു സമയമാണ്. ഈ സമയങ്ങളിൽ നമ്മളെ ആരാധനയ്ക്ക് വേണ്ടി സഹായിക്കുന്നത് ഷാലോം ടെലിവിഷൻ്റെ ശുശ്രൂഷകൾ സഹായിക്കുന്ന ലൂക്കോസ് ബീവിയാണ്. ലൂക്കോസിനോട് ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. വിശ്വാസ തീക്ഷ്ണത ജ്വലിക്കുന്ന സാക്ഷ്യങ്ങളും ദൈവത്തിൻ്റെ വചനവും ശ്രവിച്ച് അത് ഹൃദയത്തിൽ ധ്യാനിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവികമായ വലിയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ധ്യയിൽ ദൈവത്തോടൊപ്പം ആയിരുന്നു കൊണ്ട് സന്തോഷിക്കുവാനായിട്ടും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ടും ദൈവം നമ്മെ സ്നേഹപൂർവ്വം വിളിച്ചതിനെ ഓർത്ത് ഹൃദയത്തിൽ നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. വളരെ പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി വിശ്വാസത്തോടെ പറയാം ഹല്ലേലൂയ. 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 ഇന്ന് ഈ സന്ധ്യ നിമിഷങ്ങളിൽ ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ 3 പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. അതിലൂടെ കൈവരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പ്രാപിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ഈ നിമിഷങ്ങളിൽ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമ്മളൊന്ന് പരിശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉദ്ധാനം ചെയ്ത കർത്താവ് മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതിരാവിലെ എഴുന്നേറ്റ് കല്ലറയിലേക്ക് കടന്നു പോകുന്ന മഗ്ദലന മറിയത്തിന് കാണുവാൻ കഴിയുന്നത് കല്ലുകൾ ഉരുട്ടി മാറ്റിയ നിലയിലുള്ള ഒരു കല്ലറയാണ്. അവിടെ ശൂന്യമായ ഒരു കല്ലറ കണ്ടുകൊണ്ട് ആകപ്പാടെ സംശയിച്ചു നിൽക്കുന്ന, യേശുവിനെ കാണാതെ അല്ല മൃതശരീരം കാണാതെ നിൽക്കുന്ന ആ മഗ്ദലന മറിയം പുറകെ വന്ന 2 ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അവരെ കാണുന്നില്ല. അവരും നോക്കിയപ്പോൾ അവിടെ ഉദ്ധിതനായി പോയ, അല്ലെങ്കിൽ അവിടെ ഇല്ലാതിരിക്കുന്ന ചില അടയാളങ്ങൾ മാത്രമാണ് ദർശിക്കാൻ കഴിഞ്ഞത്. അത് കണ്ടിട്ട് അവർ തിരിച്ചുപോയി കഥ കടച്ചിരുന്നു. എന്നാൽ മറിയം ചെയ്തൊരു പ്രത്യേകത അവിടെ പറയുന്നു. മറിയം കല്ലറയുടെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ ആഗ്രഹം അവൻ്റെ മൃതശരീരം ഒന്ന് കാണണം. ആ ശരീരം കണ്ട് അവളുടെ ദുഃഖമെല്ലാം ഒന്ന് കരഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ ആ ദുഃഖമെല്ലാം ഒന്ന് കരഞ്ഞൊന്ന് ആശ്വാസം കൊള്ളണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് മഗ്ദലന മറിയം ആ കല്ലറയിലേക്ക് വരുന്നത്. എന്നാൽ അവൾക്ക് പിന്നീട് കാണാൻ കഴിയുന്നത്, ആ കല്ലറയിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ, ശ്രദ്ധിക്കണം, ആ കല്ലറയിലേക്ക് വളരെ ശ്രദ്ധാപൂർവം അവൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ദൈവദൂതന്മാർ ഇരിക്കുന്നത് കണ്ടു. അവരോട് പറയുന്നുണ്ട്, എൻ്റെ ഗുരുവിനെ അവർ എടുത്തുകൊണ്ടുപോയി എവിടെ വെച്ചിരിക്കുന്നു അറിഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുവിനെ കാണുന്നു. തോട്ടക്കാരനാണെന്ന് വിചാരിച്ച്, എവിടെയാണ് എൻ്റെ ഗുരുവിനെ നിങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് കാണിച്ചു തരുവാൻ അവൾ കിണപേക്ഷിക്കുമ്പോൾ അവിടെ ഒരു വിളിയുടെ സ്വരം അവൾ കേൾക്കുന്നു, മറിയം. പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവിനെ അവൾ അവിടെ കാണുകയാണ്. അതോടെ അവൾക്ക് മനസ്സിലായി ഇത് ദൈവമാണ്. കർത്താവിൻ്റെ ശരീരം കാണുവാൻ, തൻ്റെ ദുഃഖം അവിടെ ഒന്ന് കരഞ്ഞു തീർക്കുവാൻ ആഗ്രഹിച്ച് കടന്നു വന്ന മഗ്ദലന മറിയത്തിൻ്റെ മുമ്പിൽ ഉദ്ധിതനായ കർത്താവ് അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, തൻ്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്.
ഈ രാത്രിയിൽ ഏറെ ദുഃഖത്തോടു കൂടി കർത്താവിൻ്റെ പക്കൽ നമ്മൾ കടന്നു വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി, നിങ്ങളുടെ വിശ്വാസത്തിനപ്പുറമായി, നിങ്ങളുടെ ആഗ്രഹത്തിനപ്പുറമായി ദൈവം നിങ്ങൾക്ക് ഈ രാത്രിയിൽ പ്രത്യക്ഷപ്പെടുവാൻ, ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കേണ്ടയാകത്തക്ക രീതിയിൽ നിങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് വിശ്വാസമുള്ളവരെല്ലാം കർത്താവിന് നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പോരാ, നന്നായിട്ട് കൈകളടിച്ച് ഇറങ്ങി ഉയർത്തിയടിച്ച് വിശ്വാസത്തോടെ ഇറങ്ങടിക്കണം. ഈ രാത്രി കർത്താവ് വരാൻ പോവുകയാണ്. ഈ രാത്രി നിങ്ങൾ ആഗ്രഹിക്കാൻ കൂടുതലായിട്ട്, നിങ്ങളുടെ ദുഃഖങ്ങൾ അകറ്റുവാനായിട്ട് കടന്നു വരാൻ പോവുകയാണ്. വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കണം. ഇവിടെ പാടുന്ന ഈരടികളോട് ചേർന്ന് നമ്മൾ കർത്താവിനെ പാടുകയാണ്. ഇറങ്ങടിച്ച് താളത്തോടു കൂടി പാടി പാടാം. താളത്തോടെ പാടാം. വിശ്വാസത്തോടെ കരങ്ങടിച്ച് വിശ്വസിച്ചുകൊണ്ടാണ് പറയണം. ദൈവത്തിന്റെ മഹത്വമാണ് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. നിങ്ങളുടെ ദുഃഖങ്ങൾക്കപ്പുറം, നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറം ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസം പറയുമ്പോൾ, ആ വിശ്വാസത്തോടെ സ്തുതിക്കുമ്പോൾ, ആ വിശ്വാസത്തോടെ പാടുമ്പോൾ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കടന്നു വരികയാണ്. മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഈ രാത്രിയിൽ കർത്താവിന്റെ വലിയ മഹത്വം നമുക്ക് ദർശിക്കേണ്ടതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ്. അത്രമാത്രം ഇടപെടാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവിനെ കണ്ണറെ കണ്ട മഗ്ദലന മറിയം ഈശോയോട് പറഞ്ഞു, നീ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. ദുഃഖത്താൽ കരഞ്ഞ് ക്ഷീണിച്ച് തളരാനായിട്ട് കടന്നു വന്നവൾ ശക്തിയുള്ളവളായി, മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്നവളായി തിരിച്ചു പോകുകയാണ്. ശിഷ്യന്മാരെ അവൾ വിവരമറിയിക്കുകയാണ്. കഥ കടച്ചിരിക്കെ വീണ്ടും കർത്താവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവർക്ക് സമാധാനം അരുളുകയാണ്. ആ സമാധാനം അരുളിയപ്പോൾ അവരുടെ കൂടെ
നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹ ഇല്ല. തോമാസ് ശ്ലീഹ മാത്രം ആ കൂടെ ഇല്ല. തോമാസ് ശ്ലീഹ തിരിച്ചു വന്നപ്പോൾ ആ ശിഷ്യന്മാർ, മറ്റുള്ള കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ തോമാസ് ശ്ലീഹ പറഞ്ഞു, അവൻ്റെ ആണിപ്പഴുതുകൾ കാണാതെ, അവൻ്റെ പാർശ്വത്തിൽ കൈവെക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ല. വീണ്ടും കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. തോമസിനെ വിളിച്ചു പറഞ്ഞു, തോമാ, നീ വരിക, എൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങൾ നീ കാണുക, എൻ്റെ പാർശ്വത്തിൽ നീ കൈവെക്കുക. ഓർക്കണം, പിടിവാശിയോടെ ആഗ്രഹിച്ചിരുന്ന ആ തോമാസ് ശ്ലീഹയുടെ മധ്യത്തിലേക്ക് അവന് വേണ്ടി മാത്രം വ്യക്തിപരമായി അവനെ അനുഗ്രഹിക്കുവാൻ, വ്യക്തിപരമായി അവനെ ശക്തിപ്പെടുത്തുവാൻ, വ്യക്തിപരമായി അവനെ വിശ്വസിപ്പിക്കുവാൻ കർത്താവ് കടന്നു വരികയാണ്, യാതൊരു പരാതികളുമില്ലാതെ. തോമാസ് ശ്ലീഹയുടെ പരാതി ശിഷ്യന്മാരാരും അവിടുത്തെ അറിയിച്ചില്ല. ആരും പറഞ്ഞിട്ടല്ല. വ്യക്തിപരമായി അവന് ദുഃഖമറിയാവുന്ന, അവൻ്റെ ആവശ്യമറിയാവുന്ന കർത്താവ് അവനെ പ്രത്യക്ഷപ്പെടുവാൻ, അവനെ ധൈര്യപ്പെടുത്തുവാൻ, അവനെ ശക്തിപ്പെടുത്തുവാൻ അവിടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ അവൻ നമ്മുടെ ഇടയിൽ കടന്നു വരും. ഏതെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഏതെങ്കിലും ബലഹീനത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആ ബലഹീനതകളെ കുറിച്ച് യാതൊരു പരാതിയുമില്ലാതെ, യാതൊരു പരിഭവമില്ലാതെ നിന്നെ വിശ്വസിപ്പിക്കുവാൻ, നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ ഈ രാത്രിയിൽ കർത്താവ് കടന്നു വരും. വിശ്വാസമുള്ളവരെല്ലാം വീണ്ടും കർത്താവിനെ കൈയടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കർത്താവിനെ കൈയടിച്ച് സ്തുതിക്കാം, വിശ്വാസത്തോടെ സ്തുതിക്കാം. ഇന്ന് എനിക്ക് വേണ്ടി, ഇന്ന് വ്യക്തിപരമായി എന്നെ ശക്തിപ്പെടുത്താൻ, ഇന്ന് വ്യക്തിപരമായി എന്നെ അനുഗ്രഹിക്കാൻ, വ്യക്തിപരമായി എന്നെ ബലഹീനതകളെ മാറ്റാൻ കർത്താവ് കടന്നു വരും. ഹല്ലേലൂയ, 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 ആമേൻ, 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 ഹല്ലേലൂയ. ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. വ്യക്തിപരമായ ബലഹീനതകളെ മാറ്റാൻ, എല്ലാ ബലഹീനതകളും മാറ്റാൻ, യാതൊരു പരാതിയുമില്ലാതെ, യാതൊരു പരിഭവമില്ലാതെ നമ്മുടെ ഇടയിലേക്ക് രാത്രി കടന്നു വന്നുകൊണ്ട് ഞങ്ങളുടെ വ്യക്തിപരമായ സകല ബലഹീനതകളെയും, സകല അവിശ്വാസത്തെയും മാറ്റിക്കൊണ്ട് വിശ്വാസത്തോടെ കർത്താവിനെ സമീപിക്കുവാൻ, വിശ്വാസത്തോടെ കർത്താവിനെ സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ പ്രത്യക്ഷപ്പെടും. അവനെ വെളിപ്പെടുത്തി തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ സ്തുതിക്കണം, വിശ്വാസത്തോടെ പാടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാ ബലഹീനതകളെ മാറ്റാൻ വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ മഹത്വം ഈ സമയം കാണുന്ന എല്ലാ മക്കളിലും, വിശ്വാസത്തോടെ സ്തുതിക്കുന്ന എല്ലാ മക്കളിലും കടന്നു വരുവാൻ കർത്താവിനെ വരുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറവുകളെ, പരിദേവനങ്ങളെ എല്ലാം ഇതാ ഉയർത്തിത്തരുന്നു. ഇല്ലാതിരിക്കുന്ന കുറവുകളും നിന്നെ കാണാതിരിക്കുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം നിന്റെ മക്കളിലേക്ക് വരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ വരുന്ന എല്ലാ കുറവുകളെയും പരിഹരിക്കാൻ കർത്താവേ കടന്നു വരണമേ. ഈ സ്തുതിക്കുന്ന മക്കളിലേക്ക് കടന്നു വരണമേ. നിന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന, ഈ രാത്രിയിൽ കാത്തിരിക്കുന്ന എല്ലാവരിലേക്ക് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. കർത്താവിൻ്റെ മൂന്നാമത്തെ പ്രത്യക്ഷപ്പെടൽ തിബേരിയസ് കടൽ തീരത്താണ്. നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്ന സ്ലീഹന്മാർ
യേശുവിൻ്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് കരുതി പഴയ മീൻപിടുത്തത്തിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ച യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. പ്രഭാതത്തിൽ അവർ തിരിച്ചു വരുമ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല. ആ കടൽക്കരയിൽ കടന്നു വരുമ്പോൾ അവിടെ സ്നേഹപൂർവ്വമായൊരു വിളിയുമായി കാത്തിരിക്കുന്ന ഒരുവൻ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ? ഒന്നും കിട്ടിയില്ല എന്നുള്ള മറുപടി. വള്ളത്തിൻ്റെ വലതുവശത്ത് വീശുവാനായിട്ടുള്ള ആഹ്വാനം. വീശുപ്രകാരം വല നിറച്ച് മത്സ്യം. വീണ്ടും അവർ കാണുന്നു. വീണ്ടും ഒരു കടൽക്കരയിൽ കൂടെ അടുക്കും തോറും അവർ കാണുന്നു, അപ്പം ചുട്ടുവെച്ചിരിക്കുന്നു, തീർന്നില്ല, മീൻ വറുത്തു വെച്ചിരിക്കുന്നു. വീണ്ടും കർത്താവ്, നിങ്ങൾ പിടിച്ച കുറേ മത്സ്യത്തെ കൂടി നിങ്ങൾ കൊണ്ടുവരിക. ഇവിടെ നമ്മൾ ധ്യാനിക്കുന്നു, ഇവിടെ നമ്മൾ കാണുന്നു, ജീവിതത്തിൽ സമൃദ്ധി തരാൻ കാത്തിരിക്കുന്ന കർത്താവ്. തന്നെ ഉപേക്ഷിച്ചു പോകുമ്പോഴും, തന്നെ മറന്നു പോകുമ്പോഴും, തന്നെ വിട്ടകലുമ്പോഴും ആരെയും വിട്ടകലാതെ, ആരെയും ഉപേക്ഷിക്കാതെ, ആരെയും മറക്കാതെ അവർക്ക് വേണ്ടി എല്ലാം കരുതി വെച്ച്, എല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന ഒരു കർത്താവിനെ ആ ബൈബിളിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. ഇന്നും ജീവിക്കുന്നവനായ ദൈവം ഇതുപോലെ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളവനെ ഉപേക്ഷിച്ചു പോയാലും, നമ്മളവനെ മറന്നുപോയാലും, നമ്മളവനെ വിട്ടുപോയാലും, അല്ലെങ്കിൽ നമ്മുടേതായ ജീവിത വഴികളിലൂടെ കടന്നുപോയാലും, ആ വഴികളിലൂടെ കടന്നു പോകുന്നത് പരിഗണിക്കാതെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ, അവൻ അപ്പം ചുട്ടുവെച്ച് മാത്രം വേണമെങ്കിൽ അവർക്ക് കൊടുക്കാമായിരുന്നു. വിശപ്പകറ്റിയാൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ മത്സ്യവും വറുത്തു വെക്കുമ്പോൾ സമൃദ്ധിയുടെ ഒരു വലിയ അനുഗ്രഹം കാത്തുവെച്ചിരുന്നുകൊണ്ട് നമ്മളെ അവിടെ ക്ഷണിക്കുകയാണ്. മാത്രമല്ല, അവരധ്വാനിച്ചതിന് സംതൃപ്തി കൂടി കടന്നു വരുവാനായിട്ട് എല്ലാവിധ സംതൃപ്തി അവർക്കുണ്ടാകട്ടെ എന്ന് കരുതിക്കൊണ്ട് അവർ പിടിച്ച കുറേ മത്സ്യത്തെ കൂടി യേശുവിൻ്റെ ആഗ്രഹപ്രകാരം, യേശുവിൻ്റെ കൽപ്പനപ്രകാരം, ദൈവഹിതപ്രകാരം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അനുഗ്രഹങ്ങളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വീണ്ടും അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന കർത്താവ് ഈ രാത്രിയിൽ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ കടന്നു വരികയാണ്. വിശ്വസിക്കുന്നവർക്ക് വീണ്ടും ഒന്ന് കൈകളടിക്കാം. വീണ്ടും വിശ്വാസത്തോടെ കൈകളടിക്കാം. ഓരോ വിശ്വാസത്തോടെ കൈകളടിക്കണം. കരങ്ങൾ ഉയർത്തിയടിക്കണം. വിശ്വാസത്തോടെ കർത്താവേ, ഇതാ നിങ്ങൾ കരങ്ങളടിച്ച് സ്തുതിക്കുന്നു. ഇതാ വിശ്വാസത്തോടെ ഞങ്ങളുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നു. ഈ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ കർത്താവ് ആ കടൽക്കരയിൽ അവരെ അനുഗ്രഹിച്ചതുപോലെ ഈ രാത്രിയിൽ ഈ ആലയത്തിലായിരിക്കുന്ന സകലരെയും, ഈ രാജ്യത്തിൽ ദർശിക്കുന്ന സകലരെയും അനുഗ്രഹിക്കുവാനായിട്ട് കാത്തിരിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ വിശ്വാസത്തോടെ ഈരടികളോട് ചേർന്ന് നമുക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവേ, ഈ വിശ്വാസം ഞങ്ങൾ ഏറ്റു പറയുകയാണ്. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രത്യക്ഷപ്പെടും. ഈ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ നിമിഷങ്ങളിലും ഞങ്ങളെ അനുഗ്രഹിക്കാൻ നീ കാത്തിരിക്കുന്നവനാണ്. ഞങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുമ്പോഴും, ഞങ്ങൾ നിന്നെ ഉപേക്ഷിച്ചു പോകുമ്പോഴും, ഞങ്ങൾ നിന്നെ മറന്നു പോകുമ്പോഴും, ഞങ്ങളുടെ വഴികളിൽ സഞ്ചരിക്കുമ്പോഴും കർത്താവേ, നീ ഞങ്ങളെ മറക്കുന്നില്ല, നീ ഞങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. നീ ഞങ്ങളെ തേടി വരുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നു. സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നു. സമൃദ്ധമായി അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നു. വിശ്വസിക്കുന്ന കർത്താവേ, കരങ്ങൾ ഉയർത്തി ഈ വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നുവരികയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ കർത്താവിനെ ആശ്രയിക്കാൻ സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. തളർന്നു പോകാൻ അവിടെ അനുവദിച്ചില്ല. തോമാശ്രീക തളർന്നു പോകാൻ അവിടെ അനുവദിച്ചില്ല. തന്റെ സ്ത്രീകന്മാർ തളർന്നു പോകാൻ അവിടെ അനുവദിച്ചില്ല. അവരെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ അവരെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവ് കാത്തിരിക്കുന്നു. ഇതാ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ, ഈ രാത്രി അവരെ തന്നെ വെളിപ്പെടുത്താൻ, അവരെ തന്നെ നിങ്ങൾക്ക് നൽകാൻ, അനുഗ്രഹങ്ങൾ മാത്രമല്ല ഈശോയെ മുഴുവനായി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്നു. അവനെ ആശ്രയിക്കാൻ നമുക്ക്, അവനെ വിശ്വസിക്കാൻ നമുക്ക്. അവൻ മാറ്റമില്ലാത്തവനാണ്, വാക്കുമാറാത്തവനാണ്. അവനെ ആശ്രയിച്ചുകൊണ്ട് അവനെ കരുതുന്ന കർത്താവിനെ, നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവിനെ, നമുക്ക് വേണ്ടി നൽകുന്ന കർത്താവിനെ നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 സർവശക്തൻ കൂടെ
ആയിരിക്കാം, സാമ്പത്തികമായ തകർച്ചയായിരിക്കാം, കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോയതായിരിക്കാം, ഏതെങ്കിലും ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നടക്കാതെ പോകുന്നതായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളും കർത്താവിന് മുമ്പിൽ തുറന്നു വെക്കുമ്പോൾ, കർത്താവിന് മുമ്പിൽ കൊടുക്കുമ്പോൾ, നമ്മൾക്ക് ആശ്രയിക്കുവാൻ കഴിവുള്ളവനായ, നമ്മൾ ആശ്രയിക്കുവാൻ ഏറ്റവും യോഗ്യനായ കർത്താവിന് മുമ്പിലേക്ക് അതെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുമ്പോൾ അവൻ നമ്മളെ അനുഗ്രഹിക്കാതെ വിടുകയില്ല, അവൻ അനുഗ്രഹിക്കാതെ പോകുകയില്ല. ആശ്രയിപ്പാൻ കഴിവുള്ളവനായ അവന്റെ മക്കളിലേക്ക് വീണ്ടും കൊടുത്തുകൊണ്ട് നമുക്ക് പാടാം, രോഗങ്ങളെ കൊടുത്തുകൊണ്ട് നമുക്ക് പാടാം. വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ,
ഇതാ കർത്താവ് ഇറങ്ങി വരുമെന്ന്, എനിക്ക് പ്രത്യക്ഷപ്പെടുമെന്ന്, എനിക്ക് വെളിപ്പെടുത്തി തരുമെന്ന്, എന്റെ സങ്കടം അകറ്റുമെന്ന്, എന്റെ ബലഹീനത മാറ്റുമെന്ന്, എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി 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 ഗ്ലോറി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ കർത്താവേ, നീ കടന്നു വരുന്നതിനെയോർത്ത് പ്രതീക്ഷയോടെ മക്കളെ കാത്തിരിക്കുന്നതിനെയോർത്ത്, പ്രതീക്ഷകൾ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനെയോർത്ത്, വലിയ പ്രത്യാശ നൽകി അനുഗ്രഹിക്കുന്നതിനെയോർത്ത്, തളർച്ചകളിലേക്ക് തകർച്ചകളിലേക്ക് കടന്നു വരുന്നതിനെയോർത്ത്, ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതിനെയോർത്ത്. ഹല്ലേലൂയ, 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 ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, സർവശക്തൻ കൂടെയുണ്ട്. അതെ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ഈശോയോട് പറയാം, ഈശോയെ ഞാൻ തളരില്ല, ഇനി ആശ്രയിപ്പാനെനിക്കെന്നും ഞാൻ തകരില്ല ഈശോയെ. സർവശക്തൻ കൂടെയുണ്ട്. സർവശക്തനായ നീ എന്റെ കൂടെയുള്ളപ്പോൾ ഞാൻ തളരില്ല. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ കർത്താവേ, ഞാൻ ഇനി ബലഹീനനാവുകയില്ല. ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയോട് പറയണം, സർവശക്തൻ കൂടെയുണ്ട്. വിശ്വാസം ഉറപ്പിച്ച് പറയണം. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ എന്റെ ജീവിതത്തിന്റെ സകല നിമിഷങ്ങളിലും നീ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നവനാണ്, കൂടെ നിൽക്കുന്നവനാണ്. നീ കൂടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. നീ ഞങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവനാണ്. ഞങ്ങളുടെ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നവനാണ്. വീണ്ടും നമുക്ക് പറയാം, ശബ്ദം താഴ്ത്തി പറയാം, ആശ്രയിപ്പാൻ. വിശ്വാസത്തോടെ പറയണം. സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ഇനിയും പ്രത്യാശയോടെ ജീവിതം യാത്ര ചെയ്യുവാൻ, ജീവിതയാത്ര തുടരാൻ. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ വിശ്വാസത്തോടെ ശാന്തമായി നമുക്കിരിക്കാം, കർത്താവില് ആശ്രയിച്ചുകൊണ്ട്. ഇതാ, ഇനി വലിയ പ്രതീക്ഷയ്ക്ക് നമുക്ക് വകയുണ്ട്, വലിയ പ്രത്യാശയ്ക്ക് നമുക്ക് വകയുണ്ട്. കർത്താവ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നമുക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചവൻ, പാടുപീടുകൾ സഹിച്ചവൻ, ഉദ്ധാനം ചെയ്തവൻ, വീണ്ടും അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മളെ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നവൻ. അവൻ എത്രമാത്രം നമുക്ക് വേണ്ടി ചെറുതാകാമോ അത്രമാത്രം ചെറുതായി നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിലുണ്ട്. അത്രമാത്രം വിനീതനായി നമ്മുടെ മുമ്പിലുണ്ട്. അത്രമാത്രം വലിയ ആഗ്രഹത്തോടെ നമ്മളെ ഓരോരുത്തരെയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാനായിട്ടുള്ള ആഗ്രഹത്തോടെ അവൻ നമ്മുടെ മുമ്പിലുണ്ട്. വിശ്വാസത്തോടെ അവനെ കാണാം. വീണ്ടും ആശ്രയിക്കാനായിട്ട് കർത്താവേ, നീ ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്കായിരിക്കാം.